Hello friends, welcome back to Arraysworld. അപ്പോൾ ഇന്ന് നമ്മുടെ വെയിറ്റ് ലോസ് ചാലഞ്ചിൻ്റെ 4th ഡേ ആണ്. അപ്പോൾ ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന ഫുഡ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കാലത്ത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് ബ്രെഡ് സാൻഡ്വിച്ച് ഓംലെറ്റ് ആണ്. അപ്പോൾ ഈ ഓംലെറ്റ് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 2 മുട്ട എടുക്കുന്നുണ്ട്. അപ്പോൾ മഞ്ഞ ചേർത്തിയിട്ട് തന്നെയാണ് ഞാൻ ഈ ഓംലെറ്റ് ഇവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ തയ്യാറാക്കുന്ന പോലെ തന്നെ, പക്ഷേ ഞാൻ ഇതിൽ കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്യുന്നുണ്ട്. അതായത് സവാള, പിന്നെ തക്കാളി, പിന്നെ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ നിങ്ങൾ ക്യാപ്സിക്കം ഇടാം. എൻ്റെ കയ്യിലിപ്പോൾ ക്യാപ്സിക്കം ഇല്ലാത്ത കാരണം ഞാനത് ഒഴിവാക്കിയതാണ്. പിന്നെ ഞാൻ കുറച്ച് പച്ചമുളക്, അതുപോലെ തന്നെ മല്ലിയില ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടും ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഓംലെറ്റിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഉപ്പും കുരുമുളകും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓംലെറ്റ് തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഫില്ലിംഗ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അത് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഐറ്റംസ് വെച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ ഓംലെറ്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യം ഞാനിവിടെ ഒരു ചെറിയൊരു പീസ് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ പീസ് ബട്ടർ എടുക്കണോണ്ട് കുഴപ്പമില്ല. നമ്മൾ കൂടുതൽ ഓയിൽ അധികം യൂസ് ചെയ്യാതിരിക്കാൻ നോക്കുക. അപ്പോൾ ഇതെന്തായാലും ഇത് ഫ്രൈ ആയി കിട്ടണമെങ്കിൽ നമുക്ക് ബട്ടറോ ഓയിലോ എന്തെങ്കിലും ചേർക്കുക തന്നെ വേണമല്ലോ. അപ്പോൾ ഞാനിവിടെ ബട്ടർ എടുത്തു എന്ന് മാത്രം. അപ്പോൾ ഇതൊന്ന് ചൂടായി വന്ന ശേഷം നമുക്കിതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 2 വൈറ്റ് ബ്രെഡാണ്. ബ്രൗൺ ബ്രെഡാണ് ഈ സാൻഡ്വിച്ചിന് കൂടുതൽ നല്ലത്, നമ്മൾ ഈ ഡയറ്റ് ചെയ്യുന്ന കാരണം. അപ്പോൾ ബ്രൗൺ ബ്രെഡ് ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് വേണമെങ്കിൽ വൈറ്റ് ബ്രെഡ് എടുക്കാമെന്ന് മാത്രം. അപ്പോൾ ഈ മുട്ട ഒന്ന് ചെറുതായിട്ട് ഇവിടെ വെന്ത ശേഷം നമുക്കിതിലേക്ക് ബ്രെഡ് വെച്ച് കൊടുക്കുക. അപ്പോൾ ബ്രെഡിൽ സ്പെഷ്യലായിട്ട് ബട്ടറൊന്നും ചേർക്കുന്നില്ല. ആ പ്ലെയിൻ ബ്രെഡ് തന്നെ വെച്ചിട്ട് ഇതുപോലെ 2 സൈഡിലും ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്ന് വെന്ത ശേഷം ഒരു 2 മിനിറ്റോളം വേവിച്ച ശേഷം ഞാനത് തിരിച്ചിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാനിവിടെ ഓംലെറ്റ് സാൻഡ്വിച്ച് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബ്രെഡ് സാൻഡ്വിച്ച് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഞാനിതിവിടെ നല്ലപോലെ ഈ ബ്രെഡ് നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞല്ലോ ഗ്രീൻ ടീ ആണ് ഇവിടെ എടുത്തിരിക്കുന്നതെന്ന്. അപ്പോൾ അതും ഈ 2 ബ്രെഡും 2 ഓംലെറ്റും, എഗ് ഓംലെറ്റാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഈ ഓംലെറ്റിൽ വെജിറ്റബിൾസ് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 2 ബ്രെഡും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെ നമുക്ക് നല്ലൊരു ഫില്ലിംഗ് ആയിട്ട് തോന്നും. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഗ്രീൻ ടീ ആണ് എടുത്തിരിക്കുന്നത്. സോ അത് കാരണം ഞാൻ ഇന്നിവിടെ ചായയോ കാപ്പിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ അതിനൊന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ ഗ്രീൻ ടീ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിന് ശേഷം ഞാനിവിടെ നമ്മുടെ വെയിറ്റ് ലോസ് ഡ്രിങ്കാണ് കുടിക്കുന്നത്. അപ്പോൾ അത് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ആ ഡ്രിങ്ക് തീർച്ചയായും കുടിക്കണം. അപ്പോൾ ഡ്രിങ്ക് കുടിക്കുന്ന സമയത്ത് നമ്മളതിൽ 1 ടീസ്പൂൺ തേൻ ഒഴിച്ച് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് വേണം കുടിക്കാൻ കേട്ടോ. അപ്പോൾ ഒരു 11 മണിയായപ്പോഴേക്കും ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ഗ്ലാസ് നാരങ്ങ വെള്ളമാണ്. അപ്പോൾ അതിൽ കുറച്ച് ഉപ്പിട്ടിട്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഒരു അരമുറി നാരങ്ങയുടെ ജ്യൂസാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് 1 ഗ്ലാസ് വെള്ളം ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ നാരങ്ങ വെള്ളം ഇവിടെ കുടിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഈ കസുകസ് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അതും ഈ നാരങ്ങ വെള്ളത്തിലിട്ട് മിക്സ് ചെയ്തിട്ട് കുടിക്കാം. അത് നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഐറ്റമാണ് നമ്മുടെ ഈ വെയിറ്റ് ലോസിന്. അപ്പോൾ അങ്ങനെ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് പ്ലെയിൻ നാരങ്ങ വെള്ളം കുടിച്ചാലും മതിയാവും. പക്ഷേ ഷുഗർ ഇടാതെ ഇതുപോലെ ഉപ്പിട്ടിട്ട് വേണം കുടിക്കാൻ കേട്ടോ. അപ്പോൾ നമുക്ക് ആ ക്ഷീണം മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഞാനിവിടെ ലഞ്ചിനായി എടുക്കുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു സ്പെഷ്യൽ ഉണ്ട് ഇന്നത്തെ ഡയറ്റിൽ നിന്ന്. അപ്പോൾ ഞാനിവിടെ 1 ബോൾ ബിസി ബേലെ ബാത്താണ് എടുക്കുന്നത്. അപ്പോൾ ഇത് കർണാടകക്കാരൻ്റെ നല്ല ഫേമസ് ആയിട്ടുള്ള, അതുപോലെ അവർ നല്ല ടേസ്റ്റോടുകൂടി കഴിക്കുന്ന ഒരു ഫുഡ് കൂടെയാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുന്നേ എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ചുരുക്കി ഞാൻ പറയാം, ഇതിൽ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ്സോളം നമ്മൾ സാമ്പാർ പരിപ്പ് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാരറ്റ്, ബീൻസ് എടുക്കുന്നുണ്ട്. പിന്നെന്താ നമ്മൾ എടുക്കുന്നത്, പിന്നെ ചോറ്, റൈസ്, പച്ചരി നമ്മൾ 1 ഗ്ലാസ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചേർന്നിട്ടാണ് നമ്മൾ ഈ ബിസി ബേലെ ബാത്ത് തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ നിങ്ങൾക്കിത് ചെയ്യണമെന്ന് അല്ലെങ്കിൽ ഇത് അറിയണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് കാണണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ലഞ്ച് മെനു. പിന്നെ നമ്മൾ ഇതിലേക്ക് ചൂടോടെ 1 ടീസ്പൂൺ നെയ്യൊക്കെ ഒഴിച്ചിട്ട് മിക്സ് ആക്കിയിട്ടാണ് കഴിക്കാറുള്ളത്. അപ്പോൾ ഞാനിവിടെ ഡയറ്റായ കാരണം അത് സ്കിപ്പ് ചെയ്തു കേട്ടോ.
പിന്നെ ഈവനിങ് സ്നാക്കായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് തണ്ണിമത്തനാണ്. അപ്പോൾ അതൊരു 1/4 ഭാഗമാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് തണ്ണിമത്തനിൽ ധാരാളം വാട്ടർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഇത് നമ്മുടെ അതുപോലെ തന്നെ ഇതിൽ ഫൈബർ കണ്ടൻറ്റും ധാരാളം അടങ്ങിയ ഒരു ഫ്രൂട്ടാണ്. ഇത് നമ്മുടെ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫ്രൂട്ട് കൂടെയാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് ഇവിടെ സ്നാക്കായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഡിന്നറിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 പൂവൻ പഴമാണ്. അപ്പോൾ അതിന് കൂടെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം എല്ലാവരും ധാരാളം കുടിക്കാൻ നോക്കുക ഈ ഡയറ്റിൽ എന്നല്ല, നോർമൽ ടൈമിൽ നിങ്ങൾ വെള്ളം ധാരാളം കുടിക്കുക. അപ്പോൾ അതിന് ശേഷം ഞാനിവിടെ നമ്മുടെ വെയിറ്റ് ലോസ് ഡ്രിങ്ക് കുടിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കാലത്തും അതുപോലെ തന്നെ രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ വെയിറ്റ് ലോസ് ഡ്രിങ്ക് കുടിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ഡേ 4ൻ്റെ ഡയറ്റായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നാളെ ഞാൻ എൻ്റെ വെയിറ്റ് കാണിക്കുന്നുണ്ട്. അതായത് ഈ 5 ദിവസത്തിൽ ഞാൻ എത്ര കിലോ കമ്മിയായെന്നല്ല ഞാൻ നാളത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്നും വളരെയധികം യൂസ്ഫുൾ ആയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇഷ്ടമായാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഇത് യൂസ്ഫുൾ ആകും എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മുടെ അറേസ്വേൾഡ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് എല്ലാം അമർത്തുമ്പോൾ നിങ്ങൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യാൻ നോക്കുക. എങ്കിൽ മാത്രമേ ഞാൻ പുതിയതായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നാളെ നമുക്ക് വെയിറ്റ് ലോസ് ചാലഞ്ചിൻ്റെ 5th ഡേ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.